go. ബാക്കിന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ്. നിങ്ങളുടെ ബാക്കിലെ ലിറ്ററലി എല്ലാ മസിലും ഹിറ്റ് ചെയ്യാൻ പറ്റും ഈ ഒറ്റ എക്സസൈസും കൊണ്ട്. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ഒട്ടും സമയമില്ല, പക്ഷെ ബാക്ക് ട്രെയിൻ ചെയ്യണം, ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഈ എക്സസൈസ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അകത്തിന്റെ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ തന്നെ ഉണ്ട്. ഇപ്പൊ അകത്തിനെ നോക്കി വെച്ചോ, ഇനി ഇങ്ങനെ കാണാൻ കിട്ടത്തില്ല. ഓക്കെ, ഇന്ന് ഫുൾ വർക്കൗട്ട് ആണ് ബാക്ക് ആൻഡ് ബൈസ്. പക്ഷെ എൻ്റെ ബൈസെപ്സ് ബാക്കിനേക്കാളും വീക്ക് ആയിരുന്നു. ഞാൻ ബൈസെപ്സ് ആദ്യം ട്രെയിൻ ചെയ്യും. പണ്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് വലിയ മസിൽ ആദ്യം ട്രെയിൻ ചെയ്തിട്ട് പിന്നെ ചെറിയ മസിലേക്ക് വേണം. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇപ്പോൾ ബൈസെപ്പ് വീക്ക് ആണെങ്കിൽ ആദ്യം ബൈസെപ്പിൽ നിന്ന് തുടങ്ങിക്കോ, ബൈസെപ്പ് പയ്യെ ഡെവലപ്പ് ആയിക്കോളും. സെയിം ട്രൈസെപ്പ് വീക്ക് ആണെങ്കിൽ ചെസ്റ്റിലേക്ക് ആദ്യം ട്രൈസെപ്പിൽ തുടങ്ങുക, പിന്നെ ചെസ്റ്റിലേക്ക് വെക്കൂ. ഷോൾഡർ വീക്ക് ആണെങ്കിൽ ആദ്യം ഷോൾഡർ തുടങ്ങുക. അപ്പൊ ഇന്ന് ബൈസെപ്പിൽ നിന്ന് തുടങ്ങാം. ഇതായിട്ടൊന്ന് വാം ചെയ്യാൻ പോവാ. ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞാണ് ഇങ്ങനെ വാം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. എന്നാലും ജിമ്മിൽ വന്നല്ലേ ഉള്ളൂ, ഒന്ന് ചുമ്മാ ഒന്ന് ബോഡി ഒന്ന് അനക്കിയിട്ട് തുടങ്ങാന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, പ്രീ ചെക്കുകള് ഞാൻ അടിക്കുന്ന ടെക്നീക്ക് നോക്കുക. പയ്യെ താന്ന് കൺട്രോൾ ചെയ്തിറങ്ങി താത്തണേ. അടിയിൽ ചെന്ന് ഒരു സെക്കൻഡ് റെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വെക്കും. ഇത് കുറെ പേര് മേളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൺട്രാക്ട് ചെയ്യാൻ പറയും. ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഒരു പാടുമില്ല. ഭയങ്കര എനിക്കിങ്ങനെ എത്ര നേരം വേണേലും നിൽക്കാൻ പറ്റും. പക്ഷെ അടിയിൽ ഏറ്റവും സ്ട്രെച്ച് പൊസിഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നോക്കുക. ഇതാണ് അതിനേക്കാളും നല്ല പാട്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 years മുമ്പ് വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ കൺട്രാക്ഷൻ പൊസിഷനിൽ മസിൽ ഗ്രോത്ത്, മസിൽ സ്റ്റിമുലൈ അത്ര ഉണ്ടാവത്തില്ല കമ്പയർഡ് ടു ലെങ്തൻ സ്റ്റേറ്റ്. ലെങ്തൻ സ്റ്റേറ്റിൽ ഓൾമോസ്റ്റ് ഡബിൾ സ്റ്റിമുലൈ ഉണ്ട് മസിൽ ഗ്രോത്തിന്. അപ്പം നിങ്ങൾ ജിമ്മിൽ എന്ത് എക്സസൈസ് ചെയ്യാൻ നോക്കുവാണെങ്കിലും സ്ട്രെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന എക്സസൈസ് ട്രൈ ചെയ്ത് നോക്ക്. ഏറ്റവും സ്ട്രെച്ച്ഡ് പൊസിഷനിൽ ഇടുന്ന എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്ക്. താഴ്ത്തി ഫുള്ള് പോയി ഫുൾ ബൈസെപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെയും പെട്ടെന്ന് നോക്കുക. എല്ലാ റെപ്പും എല്ലാ സെറ്റും ഈ സെയിം ടെക്നിക്ക് ആയിരിക്കണം. അടിപൊളി. പയ്യെ താഴത്തേക്ക് കൊണ്ടുവന്ന് ഏറ്റവും സ്ട്രെച്ച്. ഇത് നിങ്ങളുടെ ബൈസെപ്പ് ടയർ ആവുക ഒന്നുമില്ല. വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ പയ്യെ താഴ്ത്തു കൊണ്ടുവന്ന് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യും, ഒരു സെക്കൻഡ്, എന്നിട്ട് മേളിലേക്ക് അപ്പം തന്നെ പിന്നെയും പൊക്കിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ബേഷ്യൻ കേൾസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചുമ്മാ കേബിൾ കേൾസ് എന്ന് വിളിച്ചോ, എന്ത് വേണേലും വിളിച്ചോ. പക്ഷെ ഇത് ബൈസെപ്സിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സസൈസ് ആണ്. കേബിള് ഏറ്റവും അടിയിലല്ല, കുറച്ചും കൂടെ കയറ്റി വയ്ക്കുക, എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നിൽക്കുക, കുറച്ച് ടെൻഷൻ ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് അടിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കേബിൾ അറ്റാച്ച്മെന്റ് അടിയിലായിരിക്കില്ലേ, കുറച്ചും കൂടെ മേളിലേക്ക്. നിങ്ങൾ നേരെ നിൽക്കുമ്പം നിങ്ങളുടെ കൈ താഴത്തേക്ക് ഇട്, എന്നിട്ട് കേബിൾ എവിടെയാണോ വന്നെ അതിൻ്റെ തൊട്ട് മേളിലത്തെ അറ്റാച്ച്മെന്റിൽ ഇടാൻ നോക്ക്. എന്നിട്ട് അടിക്കുമ്പോൾ കുറച്ചും കൂടെ കെയർ ചെയ്ത് നിൽക്കുക. ഇത് മാക്സിമൽ സ്ട്രെച്ചും ടെൻഷൻ ജനറേറ്റ് ചെയ്യാനാണ്. എപ്പോഴും നിങ്ങളുടെ ബൈസെപ്പ് ടെൻഷൻ പൊസിഷനിലായിരിക്കണം. അതിനുവേണ്ടി ഇതിങ്ങനെ ചെയ്യണം. ജിമ്മിൽ വന്നിട്ട് എന്ത് ട്രെയിൻ ചെയ്യണം എന്നറിയാൻ മേല, എന്തെന്നല്ല എങ്ങനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യണം എന്നറിയാൻ മേല. നിങ്ങൾ ഇൻറ്റൻസിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ എത്ര സെറ്റ് പുഷ് ചെയ്യണുണ്ട്, കറക്റ്റ് എക്സസൈസ് കിട്ടിയില്ലെങ്കിലും, കറക്റ്റ് ആ വർക്കൗട്ട് പ്ലാൻ കിട്ടിയില്ലെങ്കിലും ഇൻറ്റൻസിറ്റി ആയിരിക്കണം മെയിൻ ഫോക്കസ്. നിങ്ങൾ എത്ര ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, ഫെയിലിയർ വരെ എത്ര സെറ്റ് പുഷ് ചെയ്യണം, അത് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് കാണാൻ പറ്റും. ഓക്കെ, ലാറ്റ് പുൾ ഡൗൺ ആണ് നമ്മുടെ ഫസ്റ്റ് ബാക്ക് എക്സസൈസ്. ഇത് അടിക്കുമ്പം ഇതിന് സ്ട്രെച്ചിൽ ശരിക്കും ഫോക്കസ് ചെയ്യും. നമ്മൾ ഇത്രയും പോയിട്ട് പിന്നെയും ഒരു വലിയ റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്, നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അത് ശരിക്കും ഫോക്കസ് ചെയ്യാൻ നോക്കി ഈ എക്സസൈസിൽ. പിന്നെ ഗ്രിപ്പ്, ഇത് ഞാൻ ക്ലോസ് ഗ്രിപ്പാണ് ഉപയോഗിക്കണേ. ടെക്നിക്കലി പറഞ്ഞാൽ ക്ലോസ് ഗ്രിപ്പാണ് സ്ട്രെച്ചിന് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ആം അഡ്ഡക്ഷന് ഈ ലെവലിലായിരിക്കും ഏറ്റവും സ്ട്രെച്ച്. ബാക്കിൽ കുറച്ച് വൈഡായി പോകുമ്പോൾ സ്ട്രെച്ച് കുറഞ്ഞു വരും. പക്ഷെ അത്ര വലിയ കാര്യമല്ലത്. അത് കാരണം അല്ല ഞാൻ ക്ലോസ് ഗ്രിപ്പ് അടിക്കണം. ഞാൻ എപ്പോഴും വൈഡ് ഗ്രിപ്പാണ് അടിക്കണേ. അത് കാരണം ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ക്ലോസ് ഗ്രിപ്പ് അടിക്കണം. നിങ്ങളും അങ്ങനെ തന്നെ ഇടയ്ക്ക് വൈഡ് ഗ്രിപ്പ് ഉപയോഗിക്കുക, ഇടയ്ക്ക് ക്ലോസ് ഗ്രിപ്പ് ഉപയോഗിക്കുക. ഗ്രിപ്പ് മാറ്റി ചെയ്തോ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ആ സ്ട്രെച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടം വരെ എത്തി, പിന്നെയും പോവും. നിങ്ങളുടെ ബൈസെപ്പ് ചെവിയിൽ മുട്ടിക്കാൻ നോക്കുക. അടിക്കുമ്പോൾ ബൈസെപ്പ് ലിറ്ററലി ചെവിയിൽ മുട്ടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റണേക്കാളും, നിങ്ങൾ വിചാരിക്കണേക്കാളും കൂടുതൽ സ്ട്രെച്ച് ആക്കാൻ പറ്റും. ആ സ്ട്രെച്ചിൽ അടിപൊളി റിസൾട്ട്സ് കാണാൻ പറ്റും. നിങ്ങൾ 1-2 മാസം ട്രൈ ചെയ്ത് നോക്ക്. റിസൾട്ട് കണ്ടില്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി.
ലാറ്റ്സിന് സാധാരണ ആരും ചെയ്യാത്തൊരു എക്സസൈസ് ആണ് ഇത്, ഫ്ലെക്ഷൻ റോസ്. ബാക്കിന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ്. നിങ്ങളുടെ ബാക്കിലെ ലിറ്ററലി എല്ലാ മസിലും ഹിറ്റ് ചെയ്യാൻ പറ്റും ഈ ഒറ്റ എക്സസൈസും കൊണ്ട്. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ഒട്ടും സമയമില്ല, പക്ഷേ ബാക്ക് ട്രെയിൻ ചെയ്യണം, ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഈ എക്സസൈസ് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫുൾ ബാക്ക് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലെ ലിറ്ററലി എല്ലാ മസിലും ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പർ ബാക്കിലെ റോംബോയിഡ്സ് മുതൽ താഴത്തേക്ക് വന്ന് ലാറ്റിമസ് ഡോസിയും അല്ലെങ്കിൽ സ്പൈനൽ എറക്ടേഴ്സ് വരെ ആക്ടിവേറ്റ്. ഈ അവസാനം ഫ്ലെക്ഷൻ്റെ കമ്പോണൻറ്റും കൂടെ ഉള്ള കാരണം സ്പൈനൽ എറക്ടേഴ്സും ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഡെഡ് ലിഫ്റ്റ് അടിക്കുമ്പോൾ ആക്ടിവേറ്റ് ആവണം മസിൽ. നമ്മുടെ ലാറ്റ്സിന് 2 ഫങ്ഷനാണുള്ളത്, ഷോൾഡർ എക്സ്റ്റൻഷനും ഇതും പിന്നെ ആമിൻ്റെ അഡ്ഡക്ഷനുമാണ് ഇതും. ഈ 2 ഫങ്ഷനാണ് ബാക്കിനുള്ളത്. അപ്പം അഡ്ഡക്ഷൻ ട്രെയിൻ ചെയ്യാൻ നല്ലൊരു എക്സസൈസാണിത്, ലാറ്റ് പ്രയർ. ഇതിൻ്റെ പേര് ഞാൻ ഈ ഇടയ്ക്കാണ് പഠിക്കണേ. അത് പറഞ്ഞാലേ അഡ്ഡക്ഷൻ ട്രെയിൻ ചെയ്യാൻ അടിപൊളി എക്സസൈസാണിത്. Humans, what have you learned? ഓക്കെ, നമ്മളിത് ഈസെൻട്രിക് പാർട്ട് എന്ന് വെച്ചാൽ മേളിലേക്കുള്ള സ്ട്രെച്ച് ആവുന്ന പാർട്ട് ചെയ്യുമ്പം നമ്മുടെ ബോഡി ഓൾമോസ്റ്റ് ഗ്രൗണ്ടിന് പാരലലോ അല്ലെങ്കിൽ ജസ്റ്റ് അബവ് പാരലലോ ആയിരിക്കണതാണ് ഏറ്റവും അടിപൊളി. ആ മാക്സിമം സ്ട്രെച്ചിന് വേണ്ടിയാണ്. പിന്നെ അടിച്ച് കോൺസെൻട്രിക് പോർഷനിൽ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങിയാലും കുഴപ്പമില്ല, അടുത്ത് പഠിക്കണ കറക്റ്റാണ്. ആ സ്ട്രെച്ചിൽ ഒന്ന് പോയി ഹോൾഡായി 1 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് താഴത്തേക്ക് അടിക്കുമ്പോൾ ചെസ്റ്റ് കുറച്ച് പൊക്കിക്കൊണ്ട് വരും, ഒരു കുഴപ്പമില്ല. അത് കറക്റ്റ് ടെക്നിക്കാണ്. സാധാരണ എൻ്റെ ബാക്ക് വർക്കൗട്ട് തുടങ്ങിയ പുള്ളപ്പും കൊണ്ടാണ്. പുള്ളപ്പ് ഞാനൊരു 2-3 സെറ്റ് അടിച്ചിട്ടാണ് പിന്നെ ബാക്ക് വർക്കൗട്ട് തുടങ്ങണേ. പക്ഷേ അതിന് പറഞ്ഞ പോലെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയ കാരണം നമുക്ക് പുള്ളപ്പ് അടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളപ്പ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു 12 to 15 റെപ്പ് ക്ലീൻ ആയിട്ട് പുള്ളപ്പ് അടിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും അതാദ്യം അതുകൊണ്ട് ബാക്ക് വർക്കൗട്ട് തുടങ്ങി ഒരു 15 റെപ്പ് വരെ ക്ലീൻ പുള്ളപ്സ് എന്ന് വെച്ചാൽ ഫുൾ ലോക്കൗട്ട് എക്സ്ട്രാ സ്ട്രെച്ച്. നമ്മൾ ഫുൾ ഡൗൺ അടിച്ച പോലെ തന്നെ ബൈസപ്പ് ചെവിയിൽ മുട്ടിക്കാൻ നോക്ക്. 10-15 റെപ്പ് അടിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അസിസ്റ്റഡ് പുള്ളപ്പ് അസിസ്റ്റഡ് മെഷീൻ ഉണ്ട്, അടിപൊളി മെഷീനാണ്. അത് പെണ്ണുങ്ങൾ മാത്രമോ അല്ലെങ്കിൽ പുള്ളപ്പ് അടിക്കാൻ അറിയാൻ മേലാത്ത ആൾക്കാർ മാത്രമോ അല്ല അത് ഉപയോഗിക്കുന്നത്. എൻ്റെ ടോപ്പ് 2 മണിക്കൂറിൽ ഞാൻ 250 പുള്ളപ്പ് എന്തോ അടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇപ്പോഴും ആ മെഷീൻ അടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും അടിക്കാവുന്ന മെഷീനാണ്, അടിപൊളി മെഷീനുമാണ്. നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് 15 റെപ്പ് അടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ മെഷീനിൽ നിന്ന് തുടങ്ങിയോ നിങ്ങളുടെ വർക്കൗട്ട്. ഓക്കെ, ബാക്ക് ഡേ കഴിഞ്ഞ് കുറെ സമയം എടുത്തു, ഓൾമോസ്റ്റ് 4 hours ആയി തോന്നുന്നു നമ്മൾ ജിമ്മിൽ. ശരി, എപ്പോഴാണ് നമ്മള് എന്നാലും ഒന്ന് ലാറ്റ് പമ്പി കാണിച്ചു. ഗുഡ് ബൈ പറഞ്ഞോ ബ്ലോഗിനോട്. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ.